السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റൈറ്റ് സൊല്യൂഷൻ എന്ന ഇസ്ലാമിക് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ പവിത്രമായ ദിനങ്ങളാണ് മുന്നിൽ കൂടി കടന്നു പോകുന്നത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ആരാധനകളും വ്രതാനുഷ്ഠാനവും കൊണ്ട് നാം ധന്യമാക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ കാലം കൂടി ഈ റമദാൻ മാസത്തിൽ വന്നിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പഠിക്കുവാനും പഠിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കാനും നല്ല രീതിയിൽ പരീക്ഷകൾ എഴുതാനും നല്ല മാർക്കോടുകൂടി പരീക്ഷയിൽ പാസ്സാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് പലർക്കുമുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പഠിക്കാനൊക്കെ നല്ല രീതിയിൽ താല്പര്യമുണ്ടാകും, പക്ഷേ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാറില്ല. പലർക്ക് പഠിക്കാൻ മനസ്സുണ്ടാകുന്നില്ല, പഠിച്ചത് മറന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മുടെ മക്കൾ പരീക്ഷയെ ഭയപ്പെടുന്ന ഒരവസരമാണ് പലർക്കും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മൈൻഡ് വളരെ ഫ്രഷായിക്കൊണ്ട്, മൈൻഡും നമ്മുടെ ശരീരവും ഫ്രഷായിക്കൊണ്ട് പഠിക്കാൻ വേണ്ടിയിരിക്കുക. വളരെ ശാന്തമായ അന്തരീക്ഷം കുട്ടികൾക്ക് അവർക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ മക്കളോട് പറയുക, അവർ ചെയ്യേണ്ടത് പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിനോട് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് വരുന്ന എക്സാമിനെ പറ്റിയും എക്സാമിൽ നല്ല രീതിയിൽ പരീക്ഷ എഴുതി പാസ്സാകണം എന്ന മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് 2 റക്അത്ത് പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നമസ്കരിക്കുക. അതിനുശേഷം പഠിക്കാനിരുന്ന ഉടനെ തന്നെ ഒരു ഫാത്തിഹ സൂറത്ത് ഓതുക. അതിനുശേഷം 11 തവണ റബ്ബി സിദ്നി ഇൽമ എന്നുള്ള ദുആ 11 തവണ ഓതുക. അതിനുശേഷം റബ്ബി ശറഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്നുള്ള ഖുർആനിക ദുആവും 3 തവണ ഓതുക. അതിനുശേഷം അല്ലാഹുമ്മ ദക്കിർനി മിൻഹു മാ നസീതു വഅല്ലിംനി മിൻഹു മാ ജഹിൽതു എന്നുള്ള ദുആ 7 തവണ ഓതുക. അതിനുശേഷം 1 തവണ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്നുള്ള ഖുർആനിക ദുആ 1 തവണയും ഓതിക്കഴിഞ്ഞതിന് ശേഷം വളരെ ശാന്തമായ മനസ്സോടുകൂടി പഠിക്കാൻ തുടങ്ങുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാം നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കാനുമുള്ള ഒരു കഴിവ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യും. ഇൻഷാ അല്ലാഹ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 1 തവണ റസൂലുള്ളാഹിയുടെ പേരിൽ നമ്മൾ സാധാരണ നമസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല അല മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് 1 തവണ ഓതിയിട്ട് അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ പഠിക്കുന്ന സമയം ഇപ്പോൾ മഗ്‌രിബിന് ശേഷമാണെങ്കിൽ ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കാനിരിക്കുക. മനസ്സിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് മനസ്സിൽ നിൽക്കുന്ന സമയം എന്നുള്ളത് സുബ്ഹിൻ്റെ സമയമാണ്. വളരെ ഫ്രഷായിട്ടുള്ള മൈൻഡായിരിക്കും, മനസ്സായിരിക്കും ആ സമയത്തുണ്ടാകുക. സുബ്ഹ് നമസ്കരിച്ച് പഠിക്കാനിരിക്കുക. ആ സമയത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പഠിച്ചതൊക്കെ മനസ്സിൽ വളരെ നല്ല രീതിയിൽ പതിയാനും നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ ദുആകളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് നോക്കി പഠിച്ചിട്ട് ഓതാൻ പറ്റുന്നതാണ്. അത് നോക്കി ഓതാവുന്നതുമാണ്. ഈ പറഞ്ഞ ദുആകൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തുകൊണ്ട് ഓതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പായിട്ടും ഈ പറഞ്ഞ എല്ലാ ദുആകളും ഒരു തവണ വെച്ചിട്ട് ഓതുക. മനസ്സിൽ ഓർമ്മിച്ച് വെച്ചുകൊണ്ട് ഒരു തവണ വെച്ചിട്ട് ഈ ദുആകളെല്ലാം എക്സാം ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടും ഓതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കാനും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പെർഫോമൻസ് ചെയ്യാനും നല്ല രീതിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും അല്ലാഹു നമ്മുടെ മക്കൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.